ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇതെവിടെയാ സ്ഥലം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുക? കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ജില്ലയിലാണ് ഞാനുള്ളത്, പാലക്കാട്. അപ്പോൾ ഇവിടെ വന്നത് കൃഷ്ണദാസിനെ കാണാനാണ്. കൃഷ്ണദാസിന് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ബ്രോയ്ക്ക് 2 കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല. ആള് നല്ല സ്മാർട്ടാണ്, ഒരുപാട് കഴിവുള്ള ഒരു കലാകാരനും കൂടിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം. എത്രയും പെട്ടെന്ന് നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നമുക്കിന്നാ വീട്ടിലേക്ക് പോവല്ലേ? ഇത് കൃഷ്ണദാസിന്റെ അമ്മയാണ് കേട്ടോ. അമ്മേന്റെ പേരെന്താ? രുക്മിണി അല്ലേ? ആ കാണുന്നതാണ് വീട്. നമുക്ക് വീട്ടിലേക്ക് പോകാലോ അമ്മ? അമ്മ കയറിക്കോ. കൃഷ്ണദാസേ, അപ്പൊ ഇതാണ് നമ്മുടെ കൃഷ്ണദാസ് ബ്രോ. എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. അങ്ങനെ പോകുന്നു. സുഖല്ലേ? സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് പറ്റിയൊരു വധുവിനെ കണ്ടെത്തണം അല്ലേ? അതെ, അതിനാണ് നമ്മളിവിടെ വന്നത്. നമുക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അല്ലേ? കോലയിൽ ഇരുന്നാലോ? ലൈറ്റ് വെളിച്ചാടല്ലേ? അമ്മയോ മെൽപ്പല്ലേ? ചുമ ഉണ്ടോ? ഇതവിടെ ഇരുന്ന അമ്മ. എന്തായാലും നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാം അല്ലേ? അതെ, ദൈവം എത്രയും പെട്ടെന്ന് നല്ലൊരു വധുവിനെ കൃഷ്ണദാസിന് അല്ലേ റെഡിയായി തരട്ടെ അല്ലേ കൃഷ്ണദാസ? ഇത് അമ്മമ്മയാണോ? നിങ്ങളെ അമ്മയാണ് അല്ലേ? അമ്മമ്മേന്റെ പേരെന്താ? പങ്കജം. നല്ല ഐശ്വര്യം ഉണ്ട് കേട്ടോ അമ്മമ്മേന്റെ മുഖത്ത്. വീടിന്റെ ഐശ്വര്യം അമ്മമ്മ അല്ലേ? ആണോ? അതിന്റെ ക്ഷീണമൊന്നും ഇല്ല, അടിപൊളിയായിപ്പോ. ഭഗവാന് തന്നെ അവര് ഒരു വഴി കാണിച്ചു കൊടുക്കട്ടെ. തീർച്ചയായും തീർച്ചയായും. എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന. എന്ത് പറ്റി? ചുമ ഉണ്ടല്ലേ? ചുമ ഉണ്ടോ? അമ്മ, ഓ കൃഷ്ണദാസിന് ജന്മന കാഴ്ച ശക്തി ഇല്ല അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാന്നാ പറഞ്ഞ ഡോക്ടർ? അരവിന്ദിലൊക്കെ പോയിനു അല്ലേ? അങ്ങനെ പറഞ്ഞു. അവിടെയല്ല പ്രസവിച്ചത്, അവിടെ മാത്തൂരാണ് വീട്, എന്റെ വീട്. നിങ്ങളെ വീട് അല്ലേ? മകളിലെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് വന്നതാണ്. ആ മക്കളില്ല എനിക്ക്. അപ്പൊ 5 പെൺകുട്ടികളാണ്. ഇത് മൂത്ത മകളാണ്. മൂത്ത മോളാണ് രുക്മിണി അമ്മ അല്ലേ? നിങ്ങൾക്ക് എത്ര മക്കളാ? 2 മക്കള്, ഒരു പെൺകുട്ടിയും കൃഷ്ണദാസും അല്ലേ? അത് ശരി. അമ്മ, കൃഷ്ണദാസിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നേ? ഇസ്തിരി. അപ്പൊ പിന്നെ അലക്കലു ഇസ്തിരി ഇപ്പൊ ഇസ്തിരിന്റെ അതല്ലാണ്ട് പാട്ട് ഭഗവതി പാട്ടിനും പോവാറുണ്ട് അല്ലേ? ഓ, അതെപ്പോഴെങ്കിലും ഉണ്ടാവും. മെയിനായിട്ട് നമ്മൾ ഇസ്തിരി ഇടുന്ന അതാ വർക്കാണ് അല്ലേ? അപ്പോൾ ആ കൃഷ്ണദാസ് വളരെ നന്നായിട്ട് പാട്ട് പാടും, മൃദംഗം വായിക്കുന്നൊക്കെ ഇവര് പറഞ്ഞു. ഇപ്പൊ ഈ കൊര വന്നോണ്ട് ഇപ്പൊ പാടുവാനാവോ കൃഷ്ണദാസ്? ശ്രമിക്കാല്ലേ? മൃദംഗം ഇവിടെ ഉള്ള ഇവിടെ ഉണ്ടോ? നമുക്ക് അതൊന്ന് എടുത്ത് ഒരു പാട്ടോട് കൂടി തന്നെ അങ്ങ് തുടങ്ങിയാലോ? അപ്പോ കൃഷ്ണദാസിന്റെ മൃദംഗം വായിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് നമുക്ക് കേൾക്കാം. എന്നിട്ട് ഇവരുടെ കല്യാണത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറയാം അല്ലേ കൃഷ്ണദാസ? കുറച്ചു കാലമായില്ലേ ഉപയോഗിച്ചിട്ട്? നമ്മൾ തുടങ്ങിക്കാം, കേൾക്കാം.
ഇത്രയും ലെങ്ത് പാട്ടൊന്നും നമ്മളെ വീഡിയോയിൽ ആരും കണ്ടിരിക്കുക എന്നുള്ള ഇതാ. പക്ഷെ ഇത് തുടങ്ങിയപ്പോ ഇത് നിർത്താൻ പറയാൻ തോന്നുന്നില്ല, അത്രയും ലയിച്ചു പോകുന്ന പാട്ടാട്ടാ. ഈ ചുമ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാടി അടിപൊളി. അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛന്റെ പേര് തങ്കപ്പൻ. അപ്പൊ ഇന്ന് പരിപാടി കഴിഞ്ഞോ? അതെ. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാല്ലേ അമ്മ. ഇപ്പൊ കൃഷ്ണദാസിന് എത്ര വയസ്സായേ? 32. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? ഒരു 29 വയസ്സ് വരെയുള്ള ആലോചന നമുക്ക് നോക്കാം അല്ലേ? അതെ അതെ അതെ. അപ്പൊ ദൂരം നമുക്ക് പ്രശ്നമുണ്ടോ? ആ, കേരളത്തിലെ ഏത് ജില്ലയാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയാൽ മതി. അതെ. അതുപോലെ നമുക്ക് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളെയാണോ അല്ലെങ്കിൽ കാഴ്ച ഉള്ള ഒരാളെ അങ്ങനെയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്വലി ഇമ്പയർഡ് ആകുമ്പോ കുറച്ച് കുഴപ്പമില്ല, അത്യാവശ്യം കാഴ്ചക്കുള്ളതാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു കാഴ്ചയുള്ള ഒരാളാകുമ്പോഴാണ്. അതെ തീർച്ചയായും. അതായത് അത്യാവശ്യം വായിക്കാൻ പറ്റുന്ന പോലെയൊക്കെ സൈറ്റിലൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. ആ ലെവലിൽ വരണമെങ്കിൽ കുഴപ്പമില്ല. അതെ. അപ്പൊ ചെറിയൊരു കാഴ്ചയുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കൃഷ്ണദാസിന് എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. പക്ഷെ പിന്നെ ഇപ്പൊ അങ്ങനെ ഈ പാട്ടിന്റെ ഇതിന് പോവാറുണ്ടോ കൃഷ്ണദാസെ? ഇപ്പൊ അങ്ങനെ പോവാറില്ല. നമുക്ക് ആളുകളിലേക്ക് അറിഞ്ഞ് കൂടുതൽ കോളുകൾ വരണം അല്ലേ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു കലാകാരനാണ് കൃഷ്ണദാസ്. അപ്പോൾ ഒരുപാട് പരിപാടിയും ബുക്കിങ്ങും ഒക്കെ കിട്ടട്ടെ. നമുക്ക് പറ്റിയൊരു വധുവിനെയും കൂടെ എത്രയും പെട്ടെന്ന് കിട്ടണം കൃഷ്ണദാസിന്. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. കൃഷ്ണദാസിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നിങ്ങള് ജാതി നോക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് ജാതി പ്രശ്നമില്ല കേട്ടോ. കാസ്റ്റ് ഒരു വിഷയമല്ല. അതെ. മറ്റേ ഏത് ജാതിയാണെങ്കിലും അതെ നല്ല ഇതായിരിക്കണം, നല്ല കുട്ടിയായിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ജാതി ഏതാ? മണ്ണ. അതെ. അപ്പൊ അതാണ് ഇവരുടെ ജാതി. ഇപ്പൊ ജാതി എന്നൊക്കെ വീഡിയോയില് പിന്നെ പറയാൻ നമുക്ക് ഇതുണ്ടായിട്ടല്ല, പക്ഷെ ചിലര് പറയും അങ്ങനെ ചോദിക്കണം എന്ന്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വരുന്ന ആളുകൾക്കും അതിന് യോജിച്ച ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ജാതി ഒന്നും ആരും നോക്കുന്നില്ല. എങ്കിലും നമ്മളൊരു ഇതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഏറ്റവും വലുത് മാനസികമായിട്ടുള്ള അടുപ്പം തന്നെയാണ്. വരുന്ന പാർട്ട്ണറെ പരസ്പരം മനസ്സിലാക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു ആലോചന തന്നെ വരട്ടെ. കൃഷ്ണദാസേ, പിന്നെ വേറെന്താ കൃഷ്ണദാസിന് പറയാനുള്ളത്? വരാൻ പോകുന്ന പെൺകുട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നാമത് നല്ല ലെവലായിരിക്കും. അതായത് നമ്മളുടെ ഒപ്പം എന്തിനും അതിനും പങ്കുകൊള്ളാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. നമ്മളെ കെയർ ചെയ്യാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ് വേണമല്ലോ. അപ്പൊ നമ്മളുടെ ഒപ്പം ഒരുമിച്ച് നീങ്ങാൻ പറ്റുന്ന കുട്ടിയായിരിക്കണം. എന്തിനും നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും പങ്കാളിയാകാൻ പറ്റുന്ന കുട്ടിയായിരിക്കണം. അതെ, അതേ നമുക്ക് പറയാനുള്ളൂ അല്ലെ. കൃഷ്ണദാസ് എത്ര വരെ പഠിച്ചേ? ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. കോഴിക്കോട് കൊളത്തറയില് +2 വരെ പഠിച്ചു. അതിനുശേഷം ചെമ്പൈ മ്യൂസിക് കോളേജിലെ ഡിഗ്രി പഠിച്ചു. മ്യൂസിക്കില് ഡിഗ്രി മൃദംഗത്തില്. അത് ശരി. PSC ഒക്കെ എഴുതാറുണ്ടോ? PSC എഴുതാറില്ല കേട്ടോ. അതെന്താ? എനിക്ക് അന്ന് എഴുതാൻ ഉദ്ദേശിച്ചതാണ്. അത് മൊത്തം പോയി. 100% ഉള്ളവർക്ക് എഴുതാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് പ്രശ്നം. അല്ല, 100% ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSC 100% കാഴ്ചയില്ലാത്തവർക്ക് PSC എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്. അങ്ങനെ എഴുതാറില്ല. അപ്പൊ വന്നത് 100% കാഴ്ചയില്ലാത്തതുകൊണ്ട് അത് മറ്റേ വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ, +2 വരെയല്ലേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ജോലി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാണ്ട് ഒരു മ്യൂസിക് ടീച്ചർ ആയിട്ടൊക്കെ കൃഷ്ണദാസിന് ജോലി കിട്ടൂലേ? ഡിഗ്രി അത് കംപ്ലീറ്റഡ് അല്ലേ മൃദംഗത്തിന്റെ? കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ടീച്ചറാണെന്നേക്കാൾ കൂടുതലും പ്രോഗ്രാമിനോടാണ് താല്പര്യം കൂടുതലും. അതെ, തീർച്ചയായും. നല്ല നല്ല പ്രോഗ്രാം എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അതെ, ടീച്ചറായി നമുക്ക് എപ്പോഴും നമുക്ക് പഠിപ്പിക്കാൻ പറ്റിക്കോളൊന്നുമില്ല. അതെ, എപ്പോഴും ഇപ്പൊ കോളേജിൽ പോവാണെങ്കിൽ പോലും എപ്പോഴും അച്ഛനമ്മമാര് പിന്നെ നോക്കേണ്ടി വരും. അത് അവർക്ക് ബുദ്ധിമുട്ട്. ഒറ്റയ്ക്ക് വിടില്ല, അവരെ പറ്റിക്കൂടാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകണം. ഈ പൊതുവെ നമ്മൾ മ്യൂസിക് ടീച്ചറൊക്കെ ആകുമ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. നമുക്ക് എപ്പോഴും ചിലപ്പോ കെട്ടിക്കോളണമെന്നൊന്നുമില്ല. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പ്രശ്നമൊക്കെ ആവും. അതെ.
ശരിയല്ലേ? തീർച്ചയായും നമുക്ക് ഇനി നല്ലൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ലൊരു പാർട്ണറൊക്കെ വന്നാൽ നമുക്ക് പരിപാടിക്കൊക്കെ രണ്ടാക്കും കൂടി പോവാലോ അല്ലെ? അതെ 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 അതെ, ഭാര്യയും ഭർത്താവും കൂടെ. ഞാൻ പറഞ്ഞ ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നതും അത്യാവശ്യം കലാകാരിയായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും എനിക്ക് പഠിക്കാൻ, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനൊക്കെ കാര്യങ്ങൾ എളുപ്പമാകും. തീർച്ചയായും. ഇനിയിപ്പോ കലാകാരി അല്ലാത്തൊരു കുട്ടിയാണെങ്കിലോ കൃഷ്ണദാസ് കലാകാരിയാക്കി മാറ്റിയാ മതി, പാട്ടൊക്കെ പഠിപ്പിച്ചെടുത്താ മതി അല്ലേ? തീർച്ചയായിട്ടും. നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമിന് പോകാനായാലും ഒക്കെ ഒരുമിച്ച് പോകാനും അതിനൊക്കെ മനസ്സുള്ള ഒരാളെ നമുക്ക് കണ്ടെത്തണം. നിങ്ങൾ ഈ വീഡിയോ വെറുതെ കണ്ടിട്ട് അങ്ങ് ഒഴിവാക്കരുത് കേട്ടോ. ഇവർക്ക് ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് വന്ന് വീഡിയോ എടുക്കുന്നത്. നമ്മൾ കേരളത്തിൽ എത്രയോ ആൾക്കാരുണ്ട്, പല ജില്ലയിലും പല ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കൃഷ്ണദാസിനെ മനസ്സിലാക്കുന്ന ഒരാളെ ആ കൂട്ടത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തണം. ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ കൃഷ്ണദാസെ? എന്ത് ബുദ്ധിമുട്ടാണ്? അപ്പോൾ വിഷ്വലി ഇമ്പാർട്ടന്റ് നമ്മൾ പറഞ്ഞു, ചെറിയൊരു കാഴ്ച അല്ലാത്ത വേറെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ഇപ്പൊ കൈക്കോ കാലം അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നമുള്ളതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. അതെ, പക്ഷെ വീൽ ചെയറിലിട്ടാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതെ, അത് ശരിയാണ്. കാരണം കൃഷ്ണദാസിന് കൈപിടിച്ച് ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാല് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നല്ല, കുഴൽമന്നം ആണ് ഈ സ്ഥലം. ഇത് ഇവിടെ അടുത്ത് എന്നതിനും അമ്മ പറയാ, ഇവിടുത്തെ നെറ്റൂളി സ്കൂള്, ഭരതപുരം ക്ഷേത്രം. അതെ അതെ, അതിന്റെ അടുത്താണ് കേട്ടോ വീട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ള? നല്ലൊരു കുട്ടി ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, അച്ഛനും അമ്മയ്ക്കും ആ പ്രായമായി വരികയാണ്. അപ്പോൾ ഓലിക്ക് എപ്പോൾ ഒരു ടെൻഷനാണ് കൃഷ്ണദാസിന്റെ കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇവര് തന്നെയാണ്, നിങ്ങൾ മൂന്നാളും തന്നെയാണ് അല്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരാൾ വരട്ടെ. അച്ഛൻ കൂടുതലായിട്ട് എന്താ പറയാനുണ്ടോ? അതെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒപ്പം സ്നേഹിക്കുന്ന ഒരു കുട്ടി, അതെ, ഒരുമിച്ച് നിന്നാൽ നമ്മുടെ കാര്യം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കാനൊക്കെ പറ്റുന്ന കുട്ടിയായിരിക്കണമെന്നേ ഉള്ളൂ. അതെ അതെ അതെ, വേറെ ഒന്നും വേണ്ട. തീർച്ചയായും എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു കുട്ടി വരട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ അച്ഛാ ഞാൻ ഇറങ്ങട്ടെ. കൃഷ്ണദാസ് ഓക്കെ, ബൈ. ഓക്കെ അമ്മ. അപ്പോൾ ഫ്രണ്ട്സ്, കൃഷ്ണദാസും അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു പെൺകുട്ടി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. അപ്പോൾ ഇവരുടെ വീടും ചുറ്റുപാടും ഇവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പരമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അലക്ക് ഇസ്തിരി ഇടുക, അങ്ങനെ മണ്ണാൻ എന്ന് പറയുന്ന ഒരു ഇതിൽപ്പെട്ട ഫാമിലിയാണ്. അപ്പോൾ ജാതി അങ്ങനത്തെ ഒന്നും ഇവർ നോക്കുന്നില്ല. അതൊന്നും നോക്കാത്ത ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും ഇവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഹിന്ദു വിഭാഗത്തിൽ ഏത് ജാതി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർ സംഗീത കുടുംബം കൂടെയാണ്. അച്ഛനായാലും പാട്ട് പാടാനും ഭഗവതി പാട്ട് പാടാനായാലും കൃഷ്ണദാസ് ആണെങ്കിൽ മൃദംഗം വായിക്കുന്നവർ കേട്ടില്ല, എത്ര സുന്ദരമായിട്ടാണ് അല്ലേ, ഭയങ്കര രസമായിട്ടാണ്. അപ്പൊ വീഡിയോയിൽ എത്രത്തോളം അത് എനിക്ക് മനസ്സിലാകുന്ന അറിയില്ല. തൊട്ടടുത്തിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീല് വരുന്ന രീതിയിൽ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ നിന്നൊക്കെ രാവിലെ ഇങ്ങനെ അമ്പലത്തിലെ പാട്ട് നമ്മൾ കേൾക്കുമല്ലേ. അപ്പൊ ഒരു രാവിലെ ആ പാട്ടും രാവിലത്തെ ആ പുലരിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമല്ലേ. അതേപോലെ തന്നെ അത്രയും ഒരു വിശ്വാസി, ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു ഭഗവാനെ അങ്ങനെ പൂജിക്കുന്നവരൊക്കെ സംബന്ധിച്ചുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഫീൽ ചെയ്യുന്നതായിരിക്കും. അത്രയും ഫീലായിട്ട് പാടുന്നതാണ് കൃഷ്ണദാസ്. അപ്പോൾ അവനിക്ക് ഇനി ഒരുപാട് പ്രോഗ്രാംസുകൾ, അമ്പലത്തിലെ പ്രോഗ്രാംസും ഒക്കെ കിട്ടണം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ അതിനും ഒരു സഹായമാവണം. മാത്രമല്ല ഒരു പാർട്ട്ണർ, കാഴ്ച ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത അല്ലെ ചെറിയൊരു കാഴ്ചയൊക്കെ ഉള്ളൊരു പാർട്ട്ണറൊക്കെ ആകുമ്പോൾ അവർക്ക് രണ്ടാക്കും പ്രോഗ്രാമിനൊക്കെ പോവാം. അവരങ്ങനെ അവരുടേതായ ലോകത്ത് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചോളൂ. അതിന് നമ്മളിത് ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും അത്തരം നിങ്ങളെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എവിടെ ഒരു പെൺകുട്ടിയുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കണ്ടെത്തണം. അതിന് നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണം എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരോടും താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.